ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെളുപ്പിന് 5 മണിക്ക് നല്ല മഴ കേട്ടോ. മഴയത്ത് ഈ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അത് സാധിക്കാൻ വേണ്ടി പോക്ക എങ്ങോട്ടാന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാനും മോളും പുറകെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല മഴ. ഇപ്പം മനസ്സിലായിക്കാണല്ലോ നമ്മൾ KSRTCക്കാണ് എന്തായാലും പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ പോകുന്നത് ഇന്ന് ഒരു തീർത്ഥയാത്രയ്ക്കാട്ടോ. നമ്മുടെ വൈക്കം KSRTCയിലെ BTC വഴി നമ്മൾ വള്ളസദ്യ ഉണ്ണാൻ പോകുന്നതാണ്. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു വള്ളസദ്യ ഉണ്ണണമെന്ന്. അവിടെ എത്തിയപ്പോൾ തന്നെ ഈ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കണം. രാവിലെയല്ലോ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ച്. അപ്പോൾ മോൾക്ക് കൈ മേലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. കാരണം ഈ മഴ ആയതുകൊണ്ട് അവൾക്ക് കുട പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ബസ്സിലേക്ക് കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളും വണ്ടിയിലേക്ക് കയറി കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട്. എത്ര മഴയാണെങ്കിലും ആ ബുക്ക് ചെയ്ത എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ സ്റ്റാൻഡിലെത്തി. കുറച്ച് പേര് പോകുന്ന വഴിയിലാട്ടോ കയറുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് കണ്ടക്ടറായിട്ട് നമ്മുടെ ശ്യാം സാറും ഡ്രൈവറായിട്ട് നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ ബിജു സാറും ആണ് ഉള്ളത്. നമ്മുടെ വൈക്കം KSRTCയുടെ BTC എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരുപാട് നല്ല പ്രോഗ്രാമാട്ടോ. നമുക്ക് പ്രായമുള്ളവർക്കാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അവരുടെ ഒപ്പം പോകാവേ. അവർ സ്വന്തം പേരൻസിനെ നോക്കുന്ന പോലെയാട്ടോ അവർ നോക്കുന്നത്. അതുപോലെ നമ്മുടെ വണ്ടി കറക്റ്റ് 5:30 അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കേട്ടോ. എന്തായാലും പോകുന്ന വഴിക്കും കുറച്ച് പേരെ കയറ്റാനുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി ബൈക്ക് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തലയോലപ്പറമ്പ് അങ്ങനെയുള്ള പോകുന്ന വഴിയിൽ ആളുകൾ കയറാനുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ട്രിപ്പിൽ ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കണം. കാരണം ഇതിന് കുറ്റം പറയുന്ന ഒരുപാട് പേര് ഞാൻ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കണ്ടു. പക്ഷേ ഈ ട്രിപ്പിന് പോയിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ കുറ്റം ഒരിക്കലും പറയത്തില്ല കേട്ടോ. എല്ലാ KSRTC സ്റ്റാൻഡിൽ നിന്നും ഇങ്ങനെയുള്ള ട്രിപ്പുകളുണ്ട് കേട്ടോ, ഡിപ്പോയിൽ നിന്നൊക്കെ. ഇതിപ്പോൾ നമ്മുടെ വൈക്കത്തെ ഡിപ്പോയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വൈക്കത്തും പരിസര പ്രദേശത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രിപ്പിൽ പങ്കെടുക്കാം കേട്ടോ. വീട്ടിലാരും കൊണ്ടുപോകാനില്ല, അല്ലെങ്കിൽ ആരും എന്നെ കൊണ്ടുപോകാനില്ല എന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുവേ. എന്തായാലും ഞാൻ ഇതിൻ്റെ നമ്പർ ഇതിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവേ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് മുന്നോട്ട് പോവുകയാണ്. ഷട്ടറൊക്കെ ഇട്ടേക്കണം, നല്ല മഴയാട്ടോ പുറത്ത്. എന്തായാലും നമ്മളിതാ അമ്പലത്തിലെത്തി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പഞ്ചപാണ്ഡവരുടെ അമ്പലത്തിലൊക്കെ പോയി. ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വള്ളസദ്യക്ക് പോകുന്ന വീഡിയോ മാത്രമായിട്ട് ഞാൻ ഇട്ടേക്കണതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആറന്മുളയിൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം നമ്മളിത് അമ്പലത്തിലേക്ക് നടന്നു പോകുവാണ്. അമ്പലത്തിലെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കൊണ്ടുപോകുന്നത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക, അത് പ്രായമുള്ളവരാണ് കൂടുതലും എങ്കിൽ പോലും അവർ അത്ര ശ്രദ്ധയോടെ കൂടിയാണ് നമ്മുടെ ഈ സാറന്മാർ കൊണ്ടുപോകുന്നത്. അത് ഒരാൾ പോലും വഴി തെറ്റാതെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ഒപ്പം തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭഗവാന്റെ മുന്നിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തിലേക്ക് പോകുവാണ്. അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് ഞാനൊരു ഇതുണ്ടോ, ഈ മേളിലേക്ക് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് നമ്മുടെ നവഗ്രഹങ്ങളെ കുത്തി വെച്ചേക്കണേ. നമ്മുടെ വൈക്കത്തമ്പലത്തിലും ഉണ്ട് കേട്ടോ. വൈക്കത്തമ്പലത്തിൽ നമ്മൾ കയറുന്ന സമയത്ത് മേളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ ഇവിടെ ഞങ്ങൾ കണ്ടു. ഇതിവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ഞാൻ പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്ന് കാണിച്ചു തന്നാണ്. മേളിൽ നവഗ്രഹങ്ങളാണ്. ഇതിപ്പോൾ നമുക്ക് ഈ വിളക്ക് വെച്ചേക്കണില്ലേ, ഇത് എത്ര വിളക്കുണ്ടെന്ന് നോക്കിയിട്ടാണ് അന്നത്തെ ചുണ്ടൻ വള്ളം അല്ലെങ്കിൽ പള്ളിയോടങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് 2 നിലവിളക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് 2 പള്ളിയോടങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത് കേട്ടോ. ഇത് കൃഷ്ണൻ്റെ അമ്പലമാട്ടോ. നമുക്ക് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. നമ്മളെ കടവിലേക്ക് പോകുക കേട്ടോ. അതായത് നമ്മുടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ പള്ളിയോടങ്ങൾ കാണാൻ വേണ്ടി പോകുവാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവൻ്റെ ദിവ്യവാഹനമായിട്ടാണ് നമ്മൾ ഈ പള്ളിയോടങ്ങളെ കാണുന്നത് കേട്ടോ. അതായത് പള്ളിയോടങ്ങളുടെ മുൻഭാഗവും പിൻഭാഗവും പുരാണത്തിൽ നമ്മുടെ അനന്തനെ, അതായത് ശേഷനാഗം ഫണം വിടർത്തി നിൽക്കുന്ന രൂപത്തിനോട് സാദൃശ്യമുള്ളതാണ്. ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് വിശ്വാസം കേട്ടോ. അതായത് ഇതിൻ്റെ ആചാരം ഇത് പണ്ടത്തെ രീതിയിൽ തന്നെ ഇത് തുഴക്കാർ എന്താ പറയുക, മുണ്ടും തലപ്പാവും ഒക്കെ വെച്ചുള്ള രീതി തന്നെയാണ്. പണ്ടത്തെ ആ രീതി തന്നെയാണ് ഇപ്പോഴും ഇതിൽ തോന്നുന്നത്. അതിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വഞ്ചിപ്പാട്ടാട്ടോ. വഞ്ചിപ്പാട്ടിൻ്റെ ആരവത്തോടു കൂടിയാണ് ഈ വള്ളങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ ഒരു വള്ളം വന്നു പോയായിരുന്നു, അടുത്ത വള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ
ഈ ഓരോ പള്ളി ഓടവും നമ്മുടെ പമ്പാ നദിയുടെ തീരത്തുള്ള വിവിധ കരക്കാർ, അത് ഓരോ ഗ്രാമക്കാരുടെ ഉടമസ്ഥതയിലാണ് ഈ ഓരോ പള്ളിയോടങ്ങളും വരുന്നത്. ഇന്ന് 2 പള്ളിയോടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം വന്നു പോയി, അടുത്തതാണ് ഈ വന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ കാണാം തിരുവോണ തോണിയാട്ടാ കാണുന്നത്. ആ ചെറിയ തോണി അത് എപ്പോഴും എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായേ. ഈ തിരുവോണ തോണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി തന്നെയുണ്ട്. ആ സ്റ്റോറി ഞാൻ വഴിയേ പറയാം കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പൊങ്ങിക്കിടന്ന് നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതായത് ഇന്നലെ വരെ ഈ പള്ളിയോടങ്ങൾ ഇവിടെ അടുത്തിട്ടില്ലായിരുന്നു. ഇന്നായിരുന്നു ഇപ്പോൾ അടുക്കുന്നത് ഇവിടെ. നമ്മൾ വള്ളത്തിൽ വന്ന തുഴക്കാരെ എതിരേറ്റ് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഭഗവാനെയും തൊഴുതു പള്ളയോടങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ KSRTCയിൽ നിന്ന് വന്നവർക്ക് പഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമുക്ക് സദ്യ. ആ സദ്യ അവിടെയാണെന്ന് ഓർത്തുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ അമ്പലത്തിൽ വിളമ്പുന്ന അതേ സദ്യ തന്നെയാട്ടോ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പം നമ്മുടെ ടാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു. ഇത് വേറെ ഡിപ്പോയിൽ നിന്നുള്ള സാറന്മാരെ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നെങ്ങാണ്ട് 9 or 8 KSRTC വണ്ടി നമുക്ക് അവിടെ സദ്യയ്ക്ക് ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കയറി, ഞാനും മോളും കൂടെ കയറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഡിപ്പോയിലെ ആൾക്കാരെയാണ് പേര് വിളിച്ച് വിടുന്നത്. ഇപ്പം നമ്മൾ വൈക്കം ഡിപ്പോയിലെ വൈക്കം സ്റ്റാൻഡിലെ ആൾക്കാരാണ് നമ്മളിപ്പോൾ കയറിയേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇല കണ്ടപ്പോൾ തന്നെ ശരിക്കും നമ്മുടെ വയറ് നിറഞ്ഞു. ഞാൻ ആദ്യം ഓർത്ത് ഈ വള്ളസദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് കറിയുണ്ട്, നമ്മൾ എല്ലാം കുറേശ്ശല്ലേ ഉള്ളൂ പക്ഷേ വെറുതെ നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കും, നമുക്ക് താങ്ങൂല, അത്രയ്ക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വള്ളസദ്യ കഴിച്ചു നോക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. ശരിക്കും ഇത് നമുക്കുള്ളതല്ല, ഇത് നമ്മുടെ വള്ളക്കാർക്കും കരക്കാർക്കും ഉള്ളതാണ് ഈ സദ്യ. അത് നമുക്കറിയാം. എന്നാൽ പോലും നമ്മളിതെല്ലാം ഒന്ന് കഴിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം കേട്ടോ. അത്രയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് കറികളും കാര്യങ്ങളും അതൊക്കെ ഇച്ചിരി ഉള്ളെങ്കിൽ നമ്മളോർക്ക് ഇതെന്തുണ്ട്, പഴം, അതായത് പഴമുണ്ട്, മാങ്ങയുണ്ട്, അതുപോലെ കരിമ്പുണ്ട്, അങ്ങനെ നമുക്ക് അറിയാൻ മേലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 3 പപ്പടം, 4 ടൈപ്പ് പായസം. നിങ്ങൾക്ക് ഇല കാണുമ്പോൾ തന്നെ അറിയാം അവിയൽ. ഇതിൻ്റെയൊക്കെ കറിയുടെ പേരൊന്നും കുറേയൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഇല കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തിരിക്കേണ്ടത്. അമ്മയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. CCTV വെച്ച പോലെ എൻ്റെ അമ്മ ഇരിക്കണം കേട്ടോ. ചിരി കണ്ട എൻ്റെ ഈശ്വര. എല്ലാവരും സാറന്മാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും നോക്കും, ആൾക്കാർ സാറൊക്കെ എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ സദ്യയിലേക്ക് പോകുക കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയൊന്നും വരണ്ട, നിങ്ങൾക്കും അവസരമുണ്ട്. നിങ്ങളുടെ അടുത്ത് KSRTC ഉണ്ടെങ്കിൽ ഇപ്പം വള്ളസദ്യയും കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നു. നമ്മൾ ഇരുന്ന ഉടനെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളെല്ലാം വിളമ്പിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ തീർത്ഥം കിട്ടിയതിന് ശേഷമാട്ടോ ഭക്ഷണം കഴിച്ച് തുടങ്ങാവുള്ളൂ. നമ്മുടെ ഈ വള്ളസദ്യയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ കാട്ടൂർ ഭട്ടതിരിയുടെ നേർച്ചയായിരുന്നു ഈ വള്ളസദ്യ. കുട്ടികളില്ലാതിരുന്ന ഭട്ടതിരി തനിക്ക് കുട്ടി ജനിക്കാച്ചാൽ എല്ലാ തിരുവോണ നാളിലും ഒരു ബ്രഹ്മാചാരിക്ക് നല്ല വള്ളസദ്യ നൽകാമെന്ന് നേർന്നു. ഒരു തിരുവോണ നാളിൽ സദ്യ കഴിക്കാൻ ആരെയും കാണാതെ ഭട്ടതിരി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൊച്ചു ബാലൻ അവിടെ വന്ന് സദ്യ കഴിച്ചു. അന്ന് രാത്രി ഭട്ടതിരിയുടെ സ്വപ്നത്തിൽ ആറന്മുളയപ്പൻ, അതായത് നമ്മുടെ കൃഷ്ണ ഭഗവാൻ, താനാണ് വള്ളസദ്യ കഴിച്ചതെന്നും ഇനി മുതൽ തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചാൽ മതിയെന്നും അരുളി ചെയ്തു എന്നാണ് സ്റ്റോറി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സ്റ്റോറിയൊക്കെ ഇങ്ങനെ നമ്മുടെ ശാസ്താർ കളിച്ചിട്ട് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ ആരംഭിച്ചു. ഓരോ വിഭവവും വിളമ്പുമ്പോഴും അവരവിടെ സ്റ്റേജിൽ അത് പാടുന്നുണ്ട് കേട്ടോ.
എന്തായാലും നിങ്ങളതൊന്ന് കേട്ടിട്ട് പോകാം. തീർത്ഥം വരുന്നുണ്ട്. തീർത്ഥം വന്ന് സേവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. വേണ്ട നമ്മൾ കറികളൊക്കെ കാണുമ്പോൾ ഓർക്കും അയ്യോ ഇതെങ്ങനെ വയറ് നിറയുന്നു. പക്ഷേ അല്ല കേട്ടോ, നമുക്ക് മൊത്തമൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ 4 ടൈപ്പ് പായസവും വന്നു, അതും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാളയിൽ തൈര് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണന് തൈരും വെണ്ണയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു പാള കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നല്ല കട്ട തൈര് വരുന്നത്. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കഴിക്കാൻ നോക്കി നിൽക്കത്തൊന്നുമില്ല, അടുത്തത് വിളമ്പി പോകണം. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് തീർത്തോണേ. അപ്പം നമ്മുടെ തിരുവോണത്തോടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ തോണിയാണ് നമ്മുടെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് ഭഗവാനും ഭക്ഷണം കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അതാണ് തോണിയുടെ ഐതിഹ്യം കേട്ടോ. അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്തതാണ്. പക്ഷേ ഇവരുടെ സൗണ്ട് ഒന്നും ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ സൗണ്ട് ഇടേണ്ട അവസ്ഥ വന്നു. അവർ പറഞ്ഞത് ഇത്രയും വലിയ വെള്ളപ്പൊക്കം 2 ദിവസം മുഴുവൻ ഉണ്ടായിട്ട് പോലും അവർ ഇത്രയും നല്ല ഭംഗിയായിട്ട് സദ്യ തന്നു എന്നാണ്. ഈ കെട്ടിടത്തിൻ്റെ പകുതിയോളം വെള്ളമായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത് കേട്ടോ. എന്തായാലും എല്ലാവരും ഇര വിഴിഞ്ഞ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ച്. അതിനുശേഷം ഞങ്ങൾ അടുത്തത് പോയത് ആറന്മുള കണ്ണാടി മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ചേട്ടൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, അതൊന്ന് പോയി കണ്ടാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. എന്തായാലും ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വള്ളസദ്യ കഴിക്കണം. അതുപോലെ ആറന്മുള അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വള്ളസദ്യ ഒന്നും കഴിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ ഈ വാൽക്കണ്ണാടി മേക്കിങ് കണ്ടിട്ടില്ല. എന്തായാലും അതൊക്കെ സാധിച്ചു. ഞാൻ ഭഗവാനോടും അതുപോലെ നമ്മുടെ വൈക്കം KSRTC BTCയോടും ഒരുപാട് നന്ദി പറയുന്നു. എന്തായാലും ഇതുപോലുള്ള ട്രിപ്പുകൾ ഇനിയും വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകുന്നു. നമുക്കൊരു അമ്പലം കൂടെ തൊഴാനുണ്ടായിരുന്നു, അതെന്തായാലും തൊഴാൻ പറ്റില്ല, അവിടെ വെള്ളം കയറി കിടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 5-6 അമ്പലങ്ങൾ തൊഴുതിട്ടുണ്ട് പഞ്ചപാണ്ഡവരുടെ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഒന്നുകൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.